ⴑ അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വല്ല കുഴപ്പമില്ലാണ്ട് ജസ്റ്റ് ഒരു ആപ്പ് നമ്മുടെ റീസെൻറ്റിൽ ഇടുന്നാൽ അഥവാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആപ്പ് ഓപ്പൺ ആക്കി വെക്കുന്നത് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു അടിപ്പൻ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറഞ്ഞാൽ ജോയ് വാലറ്റ് എന്നാണ്. ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കിടപ്പുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മുടെ റിഡീം ഓപ്ഷൻസ്, റിഡീം എങ്ങനെയൊക്കെയാണ് വരുന്നത്, റിഡീം പോയിൻറ്റിൻ്റെ പരിപാടിയൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ജിമെയിൽ വെച്ച് ലോഗിൻ ചെയ്യണം. സ്വാഭാവികമായിട്ടും ജിമെയിൽ വെച്ച് ലോഗിൻ ചെയ്യണം. ജിമെയിൽ വെച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ കാണുന്ന പോലത്തെ ഒരു വിൻഡോയിലേക്കായിരിക്കും വരുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മുടെ കയ്യിൽ പോയിൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. റെഫറൽ ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ. റെഫറൽ ഓപ്ഷൻ എൻ്റെ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, എൻ്റെ റെഫറൽ ലിങ്കും ഇൻവൈറ്റ് കോഡും ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ഓരോ റെഫറലിനും ₹1 വെച്ചാണ് കിട്ടുന്നത്. നമ്മുടെ ഒരു ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ഓരോ ഗെയിമിനും ഓരോ മിനിറ്റ് കളിക്കുന്നതിന് നമുക്ക് പോയിൻ്റാണ് കിട്ടുന്നത്. ഓരോ മിനിറ്റ് കളിക്കുമ്പോഴും 2 പോയിന്റ് വെച്ച് 10 മിനിറ്റിന് 20 പോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. ഓരോ മിനിറ്റിനും 2 പോയിന്റ് വെച്ചാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആ ഒരു ഗെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കയറിഞ്ഞപ്പോൾ ഗെയിമിലേക്ക് കയറാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു. ഇപ്പോൾ വന്ന പോലെ ഏതെങ്കിലും ഒരു ഗെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗെയിംസ് ലോഡായിട്ട് വരും. ഈ ഒരു ഗെയിം ലോഡായിട്ട് വന്നിട്ട് വേറെ ഒന്നും ചെയ്യണം, ഗെയിം കളിക്കണമെന്നും കൂടി ഇല്ല. നമ്മൾ ഈ ഒരു ഗെയിം ലോഡായി വന്നതിന് ശേഷം നമ്മൾ വെറുതെ റീസെൻറ്റിലിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്താൽ മതി. നമുക്ക് ആ ഒരു സംഭവമൊക്കെ സെറ്റായി കിട്ടുന്നതാണ്. നമ്മുടെ ക്യാഷ് പേയ്മെൻറ്റ്, നമ്മുടെ ടൈമൊക്കെ നമ്മുടെ ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറുന്നതായിരിക്കും, കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഒരു കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം ചെയ്തത്. വേറൊരു ബോണസ് ടിപ്പ് കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൂസ്റ്റാക്ക് എമുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്യാം. ബ്ലൂസ്റ്റാക്ക് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം മതി, വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി ഒരു ആപ്ലിക്കേഷനിൽ. ഞാൻ ജസ്റ്റ് ഒരു ടിപ്പ് പറയുന്നുള്ളൂ, സജഷൻ പറയുന്നുള്ളൂ. ഞാൻ ചെയ്ത മെത്തേഡ് തന്നെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ബ്ലൂസ്റ്റാക്ക് എമുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനകത്ത് മാക്രോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മാക്രോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ക്ലിക്ക് ചെയ്യുന്നു ആ സാധനങ്ങളൊക്കെ നമ്മുടെ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ടച്ച് ചെയ്ത് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നോളും. നമുക്ക് മാക്രോ സെറ്റ് ചെയ്യാൻ കഴിയും. അത് യൂട്യൂബിൽ തന്നെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് കിട്ടുന്നതാണ്. അപ്പോൾ മാക്രോ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇതിലേക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നോളും. നിങ്ങൾ PC യൂസ് ചെയ്യാത്ത സമയത്ത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം മെത്തേഡ് സിമ്പിളായിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. നിങ്ങളുടെ അത്യാവശ്യം നല്ല സ്പെക്കുള്ള PC ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ PC-യിൽ വേറെ ബാക്കി പരിപാടികളും ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഒരു ഗെയിം ഇവിടെ ഉണ്ട്. ഈ ഒരു ഗെയിമിൻ്റെ ടൈം ഒന്ന് കഴിയട്ടെ. ഇപ്പോൾ നമ്മുടെ ടൈം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ 3 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 മിനിറ്റ് കംപ്ലീറ്റ് ആയപ്പോൾ 6 ജോയ് കോയിൻസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. കളക്ട് കോയിൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കളക്ട് കോയിൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കോയിൻസ് ക്രെഡിറ്റ് ടു യുവർ വാലറ്റ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. ഡിസ്മിസ് കൊടുക്കാം. ഡിസ്മിസ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ആഡാണത്, മൈൻഡ് ചെയ്യണ്ട. നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു 3 കോയിൻസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിന് റിഡീം ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. റിഡീം ഓപ്ഷൻ്റെ റിഡീമിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും റിവാർഡ്സ് ഏതൊക്കെയാണ് ഉള്ളതെന്ന്. 60 BGMI യൂസിക്ക് 8000 പോയിൻ്റാണ് കൊടുത്തേക്കുന്നത്. ഒരു 5000 കോയിൻ്റ് കൂടുതലാണ്, 5000 അല്ല 500 കോയിൻ കൂടുതലാണ്. 75 രൂപയുള്ളൂ നമ്മളല്ലാണ്ട് മേടിക്കുമ്പോൾ. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അടുത്തത് ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് വൗച്ചറാണ്. അത് 10-ൻ്റെതും 2000 കോളയാണ്. അതും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ 50-50, അതായത് 50-ൻ്റെ ഗിഫ്റ്റ് വൗച്ചർ 5000, ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പിന്നെ 100-ൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഫ്രീ ഫയറിന് 100 ഡയമണ്ട് കറക്റ്റാണ്. 100 ഡയമണ്ടിന് 8000 പോയിൻ്റ് കറക്റ്റാണ് ഇപ്പോൾ ക്യാഷ് വരുന്നത്. ബാക്കിയുള്ളതിൻ്റെ ഒന്നും ഞാൻ കളിക്കാത്ത കാരണം ക്യാഷ് അറിയത്തില്ല. കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുമായിരുന്നു, നിർത്തി. കറക്റ്റായിട്ട് ക്യാഷ് അറിയില്ല. അപ്പം നമുക്കപ്പോൾ റിഡീം ചെയ്യാം. നമ്മുടെ ഗൂഗിൾ പ്ലേയുടെ ഗിഫ്റ്റ് വൗച്ചർ 5000-ൻ്റെ റിഡീം ചെയ്യാനുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മെയിൽ അഡ്രസ്സ് അടിച്ചിട്ട് നമുക്ക് ആ ഒരു ഗിഫ്റ്റ് വൗച്ചർ റിഡീം ചെയ്യാം. ഇതാണ് നമ്മുടെ ചാനൽ തന്നെ ഒഫീഷ്യൽ മെയിൽ, കോൺടാക്റ്റിംഗ് മെയിലാണ്. നമുക്ക് റിഡീം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മെയിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണമെങ്കിൽ മെയിലിൽ. എൻ്റെ താഴെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, ഇൻസ്റ്റഗ്രാം ID ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ അധികം ആക്റ്റീവ് അല്ല, വല്ലപ്പോഴും എടുക്കുമ്പോഴാണ് കാണാറുള്ളത്. വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ റിപ്ലൈ കിട്ടും. വാട്സാപ്പ് നമ്പർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാം. റിവാർഡ് റിക്വസ്റ്റ് സക്സസ്ഫുൾ ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഡിസ്മിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് റിവാർഡ് റിക്വസ്റ്റ് 48 മണിക്കൂറിനുള്ളിലാണ് വരുമെന്ന് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഉറപ്പില്ല. നമ്മുടെ 5000 പോയിന്റ് നമ്മുടെ ഇത് കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ആയിട്ടുണ്ട്. ഗെയിം എങ്ങനെ നിങ്ങൾക്ക് കളിക്കണമെന്ന് മനസ്സിലായിട്ടുണ്ട്. നമുക്കപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രൂഫ് കൂട്ടിയിട്ടാണ് ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മുടെ വന്നിട്ടില്ല. നമുക്ക് നാളെ ഒന്ന് പ്രൂഫ് വന്ന് നോക്കാം.
ഇപ്പോൾ നമ്മുടെ ഇത് പേയ്മെൻറ്റ് നമ്മുടെ കയ്യിൽ പ്രോസസ്ഡ് ആയി കിട്ടിയിട്ടുണ്ട്. 2-3 ദിവസം കഴിഞ്ഞ് പിന്നെയാണ് പ്രോസസ്ഡ് ആയി കിട്ടി. 21-ാം തീയതി നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ട് 25-ാം തീയതി നമുക്ക് തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു റിഡീം കോഡ് കിട്ടിയിട്ടുണ്ട്. ഗൂഗിൾ പ്ലേ ₹50 ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞിട്ട് പ്രോസസ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. നമുക്ക് നമ്മുടെ ജിമെയിൽ ഓപ്പൺ ആക്കാം. ജിമെയിലായിരിക്കും വന്നേക്കുന്നത്. നമ്മൾ ആ ഒരു ഏത് മെയിലാണോ കൊടുത്തത് ആ ഒരു മെയിലിലേക്കായിരിക്കും വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ കയ്യിൽ ജോയ് വാലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്ന് കിടപ്പുണ്ട്. ഇയർ ഈസ് യുവർ ഗൂഗിൾ പേ റീചാർജ് കോഡ് ഓഫ് ₹50 എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കോഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കോഡ് നമ്മൾ ഞെക്കി പിടിക്കുക, അതായത് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് കോപ്പി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കോപ്പി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയെല്ലാം ക്ലിയർ ചെയ്ത് കളയാം. നമുക്ക് നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് പോവാം. പ്ലേ സ്റ്റോറിലെത്തിയതിന് ശേഷം ഏതൊരു അക്കൗണ്ടിലാണോ നമ്മുടെ ആ ഒരു ക്രെഡിറ്റ് ആഡ് ചെയ്യേണ്ടത്, ഞാനപ്പോൾ ഈ ഒരു അക്കൗണ്ടിലേക്കാണ് എൻ്റെ ഒരു ക്രെഡിറ്റ് ആഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അക്കൗണ്ടിലേക്ക് പോകാൻ വന്നിട്ട് പേയ്മെൻറ്റ്സ് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് പോകാം. അതിലേക്ക് റിഡീം ഗിഫ്റ്റ് കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് പോകാം. അതിലേക്ക് പോകാൻ ശേഷം ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുക. നമ്മുടെ ഒരു കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യാം. യു ആർ അബൌട്ട് ടു ആഡ് ₹50 ടു മെയിൽ ID എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ടാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺഫേം കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എൻ്റെ അകത്ത് എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ബാലൻസ് ഇത്രയും കാണാൻ കഴിയും. ഞാൻ ഇനിയിപ്പോൾ ഒരു കോഡ് ആഡ് ചെയ്യാൻ പോവുകയാണ്. പേസ്റ്റ് കൊടുത്തു, റിഡീം കൊടുത്തു, കൺഫേം കൊടുത്തു. ഓക്കെ, യുവർ ന്യൂ ബാലൻസ് 67.18 എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ പേയ്മെൻറ്റ് ഒന്നുകൂടി നമുക്ക് നോക്കാം. പേയ്മെൻറ്റ് മെത്തേഡ്സിൽ ബാലൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ₹67.18 എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പേയ്മെൻറ്റ് സക്സസ്ഫുള്ളാണ്. പേയ്മെൻറ്റ് 100% വർക്കിംഗ് മെത്തേഡാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തും കൊടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.